ഹലോ, ഈ വീഡിയോ ബേലൂരിലെ ചെന്നകേശവ ക്ഷേത്രത്തെക്കുറിച്ചുള്ളതാണ് കേട്ടോ. ഇത് ക്ഷേത്രത്തിൻ്റെ കവാടത്തിൻ്റെ മുമ്പിലുള്ള കാഴ്ചകളാണ് കേട്ടോ. ഈ ക്ഷേത്രം കേശവ, കേശവ, വിജയനാരായണ ക്ഷേത്രം എന്നൊക്കെ അറിയപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ പ്രധാന സന്ദർശന സ്ഥലം പ്രവേശന കവാടത്തിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കുന്നത്. പ്രവേശന കവാടത്തിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. കർണാടകയിലെ ഹസൻ ജില്ലയിൽ 12ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട അതിമനോഹരമായ ഒരു ഹൊയ്സാല ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് 42 അടി ഉയരവും 12 ടൺ ഭാരവുമുള്ള ഒരു അത്ഭുത സ്തംഭമുണ്ട്. ഇതിനെ ഗ്രാവിറ്റി പില്ലർ അഥവാ ഗരുഡ സ്തംഭം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒറ്റക്കൽ സ്തംഭം അടിത്തറയില്ലാതെ നിൽക്കുന്നു എന്നതാണ് ശില്പകലയിലെ അത്ഭുതം. ക്ഷേത്രത്തിന് അടുത്ത് തന്നെയായി മനോഹരമായ പടവുകളോട് കൂടിയ ഒരു അമ്പലക്കുളവും കാണാം. ഹൊയ്സാല രാജവംശത്തിൻ്റെ കലാവൈഭവത്തിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് തന്നെ നല്ല പടവുകളോട് കൂടിയ നല്ലൊരു അമ്പലക്കുളവുമുണ്ട്. അവിടെ ധാരാളം മീനുകളും ആമകളും ഒക്കെ നമുക്ക് കാണാം. ഹൊയ്സാല സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന വേളാപുരി എന്നുകൂടി അറിയപ്പെടുന്ന ബേലൂരിൽ യാഗാച്ചി നദിയുടെ തീരത്ത് സ്റ്റോപ്പ് സ്റ്റോൺ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രം. 3 തലമുറകളായി പണിത ഈ ക്ഷേത്രം പൂർത്തിയാകാനായിട്ട് ഏകദേശം 103 വർഷം എടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ യുദ്ധത്തിൽ നിരവധി തവണ ഈ ക്ഷേത്രത്തിന് നാശമുണ്ടാകുകയും കൊള്ളയടിക്കപ്പെടുകയും ചെയ്തിരുന്നുവെങ്കിലും ആവർത്തിച്ച് ഇത് പുനർനിർമ്മിക്കുകയായിരുന്നു. ചെന്നകേശവ, അതായത് വിഷ്ണുവിന് തുടക്കം മുതലേ സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണിത്. വൈഷ്ണവ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായി ഇന്നും ഇത് നിലനിൽക്കുന്നു. വിഷ്ണുവിൻ്റെ സ്ത്രീ അവതാരമായ മോഹിനിയെ ചിത്രീകരിച്ചിരിക്കുന്നതിൻ്റെ പേരിലും പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം. 12ാം നൂറ്റാണ്ടിലെ നൃത്തം, ജീവിത രീതികൾ, നർത്തകികൾ, സംഗീതജ്ഞർ, രാമായണം, മഹാഭാരതം, പുരാണത്തിലുള്ള ഹിന്ദു രചനകൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള ചിത്രങ്ങളും കലാസൃഷ്ടികളുമാണ് കൂടുതലുമായി ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള ഈ ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേട്ടോ. ഇതെല്ലാം ഇതിനോടനുബന്ധിച്ച് പുതിയ ക്ഷേത്രം പണിയാൻ വേണ്ടി കൊണ്ടുവച്ച കൊത്തുപണികളോട് കൂടിയ കല്ലുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം പറയട്ടെ, മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, എൻ്റെ അനുഭവം വെച്ച് ഒരു മഹാതിശയം തന്നെയാണ് കേട്ടോ ഇത്. അതായത് നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഒരു വശത്തുനിന്ന് ഇതിൻ്റെ കൊത്തുപണികളൊക്കെ കണ്ട് മറുവശത്തെത്തി കഴിയുമ്പോൾ ആദ്യം കണ്ടത് നമുക്ക് പുതിയതായിട്ട് തന്നെയാണ് തോന്നുന്നത്. എൻ്റെ അനുഭവമാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ശാന്തമായ അന്തരീക്ഷമാണ്. ഞാനൊരു 3-4 തവണ ക്ഷേത്രം മൊത്തം ചുറ്റിക്കറങ്ങിയിട്ടുണ്ട്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള വ്യൂ. ഇതിൻ്റെ അകത്തുള്ള എല്ലാ സ്റ്റോണും ബ്ലാക്ക് കളറുള്ള സ്റ്റോണാണ്. നല്ല തണുപ്പാണ് ഇവിടെ. പുറത്ത് നല്ല ചൂടാണെങ്കിലും അകത്തേക്ക് കയറുമ്പോൾ നല്ല തണുപ്പാണ്. ക്ഷേത്രത്തിനകത്തുള്ള കല്ലിലെ കൊത്തുപണികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, ഒരു പിടുത്തവും കിട്ടില്ല. അതിന് മാത്രം കൊത്തുപണിയാണ് ഓരോ തൂണിലും ചെയ്തു വെച്ചിരിക്കുന്നത്. ചെറിയ കല്ലിൽ വരെ ഓരോ തരത്തിലുള്ള കൊത്തുപണികൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് അകത്ത് തന്നെ ചെറിയ ചെറിയ തിണ്ണകൾ പോലെ കല്ലുകൊണ്ട് പണിതിട്ടിട്ടുണ്ട്. അപ്പോൾ വരുന്നവർക്ക് കുറച്ച് നേരം അവിടെ ഇരുന്ന് വിശ്രമിക്കുകയൊക്കെ ചെയ്യാം. ഞങ്ങളൊക്കെ കുറേ നേരം അവിടെ ഇരുന്ന് കാഴ്ച കണ്ട് വിശ്രമിച്ചു. വീണ്ടും എഴുന്നേറ്റ് കുറച്ച് നേരവും കൂടി പോയി കണ്ട് വിശ്രമിച്ച് അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് താഴെ മുറ്റം മുഴുവനും സ്റ്റോൺ വിരിച്ചിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതാണ് അന്നത്തെ ഡ്രെയിനേജ് മെത്തേഡ്. അന്നത്തെ കാലത്ത് മഴ പെയ്യണ വെള്ളം ഒഴിച്ചു പോകാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന രീതിയാണ് ഈ കാണുന്നത്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുറ്റത്തുള്ള കിണർ, അടച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ.